എല്ലാവർക്കും V3 ബാരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 2025-ലെയും 2024-ലെയും 2023-ലെയും കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചവരെ പറ്റിയാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. 2025-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആരൊക്കെയാണ് അവർ? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമറം യാഗി. ആരൊക്കെയാണ്? ഒമറം യാഗി, റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ എന്നിവർക്കാണ് 2025-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഒമറം യാഗി, റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ എന്നിവർക്ക് 2025-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചു. അതിൽ സുസുമു കിറ്റഗാവ ജപ്പാൻ സ്വദേശിയാണ്. സുസുമു കിറ്റഗാവ ജപ്പാൻ സ്വദേശിയാണ്. റിച്ചാർഡ് റോബ്സൺ UK സ്വദേശിയാണ്. റിച്ചാർഡ് റോബ്സൺ UK സ്വദേശിയാണ്. ഒമറം യാഗി ജോർദാൻ സ്വദേശിയാണ്. ഒമറം യാഗി ജോർദാൻ സ്വദേശിയാണ്. അപ്പോൾ സുസുമു കിറ്റഗാവ ജപ്പാൻ സ്വദേശിയാണ്. റിച്ചാർഡ് റോബ്സൺ UK സ്വദേശിയാണ്. ഒമറം യാഗി ജോർദാൻ സ്വദേശിയാണ്. ഇതെങ്ങനെ ഓർത്തു വെക്കാം? ഒമർ റിച്ച് ആയതുകൊണ്ട് സുസുക്കി കാർ വാങ്ങിച്ചു. ഒമർ റിച്ച് ആയതുകൊണ്ട് സുസുക്കി കാർ വാങ്ങിച്ചു എന്ന കോഡ് വെച്ച് നമുക്ക് ഇത് ഓർത്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഒമറം യാഗി റിച്ച്, റിച്ചാർഡ് റോബ്സൺ സുസുക്കി കാർ, സുസുമു കിറ്റഗാവ. ഒമർ റിച്ച് ആയതുകൊണ്ട് സുസുക്കി കാർ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇത് പഠിക്കാനുള്ളൊരു കോഡെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സുസുമു കിറ്റഗാവയുടെ സ്വദേശം ജപ്പാനാണ്. റിച്ചാർഡ് റോബ്സൻ്റെ സ്വദേശം എന്ന് പറയുന്നത് UK ആണ്. ഒമറം യാഗിയുടെ സ്വദേശം എന്ന് പറയുന്നത് ജോർദാനാണ്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർ 3 പേർക്കും പുരസ്കാരം ലഭിക്കുന്നത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്നറിയപ്പെടുന്ന നൂതനമായ ഒരു വസ്തുവിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്നറിയപ്പെടുന്ന നൂതനമായ ഒരു വസ്തുവിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. MOF അല്ലെങ്കിൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്നറിയപ്പെടുന്ന നൂതനമായ ഒരു വസ്തുവിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർ 3 പേർക്കും 2025-ലെ നോബൽ സമ്മാനം ലഭിക്കുന്നത്. വാതകങ്ങളും രാസവസ്തുക്കളും സംഭരിക്കാനും കൊടുക്കാനും ഫിൽട്ടർ ചെയ്യാനും അവയ്ക്ക് കഴിയും. ഈ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിൻ്റെ പ്രത്യേകത എന്താണ്? വാതകങ്ങളും രാസവസ്തുക്കളും സംഭരിക്കാൻ സാധിക്കും, അതിനെ കൊടുക്കാൻ സാധിക്കും, ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെയുള്ളതാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ മരുഭൂമിയിലെ വായുവിൽ നിന്ന് വെള്ളം ശേഖരിക്കാനും വെള്ളത്തിൽ നിന്ന് മലിനീകരണ വസ്തുക്കളെ വേർതിരിച്ചെടുക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുക്കുവാനും ഹൈഡ്രജൻ സംഭരിക്കാനും ഗവേഷകർ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ വായുവിൽ നിന്ന് വെള്ളം ശേഖരിക്കാനും വെള്ളത്തിൽ നിന്ന് മലിനീകരണ വസ്തുക്കളെ വേർതിരിച്ചെടുക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുക്കുവാനും ഹൈഡ്രജൻ സംഭരിക്കാനും ഗവേഷകർ MOF സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2025-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഒമറം യാഗി ജോർദാൻ സ്വദേശം, സുസുമു കിറ്റഗാവ ജപ്പാൻ സ്വദേശിയാണ്, റിച്ചാർഡ് റോബ്സൺ UK സ്വദേശിയാണ്. ഇതെങ്ങനെ ഓർത്തു വെക്കാം? ഒമർ റിച്ച് ആയതുകൊണ്ട് സുസുക്കി കാർ വാങ്ങിച്ചു. ഒമർ റിച്ച് ആയതുകൊണ്ട് സുസുക്കി കാർ വാങ്ങിച്ചു എന്ന കോഡ് വെച്ച് നമുക്ക് ഇത് ഓർത്തു വെക്കാൻ സാധിക്കും. 2024-ലെ കെമിസ്ട്രി നോബൽ സമ്മാനം പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. 2024-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആരൊക്കെയാണ് അവർ? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. 2024-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നിവർക്കാണ് 2024-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇത് ഡേവിഡ് ബേക്കർ അമേരിക്കക്കാരനാണ്. ഡേവിഡ് ബേക്കർ സ്വദേശം അമേരിക്ക, ഡെമിസ് ഹസാബിസ് UK, ജോൺ ജമ്പർ USA. അപ്പോൾ ഡേവിഡ് ബേക്കറും ജോൺ ജമ്പറും അമേരിക്കക്കാരാണ്. ഡെമിസ് ഹസാബിസ് UK ആണ്. ഡെമിസ് ഹസാബിസ് UK ആണ്. ഇതെങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും? ഇതിൻ്റെ കോഡെന്ന് പറയുന്നത് ജോൺ ബേക്കറി പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ജോൺ ബേക്കറി പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ കോഡ്. ഇപ്പോൾ 2024-ലെ കെമിസ്ട്രി നോബൽ സമ്മാനം പഠിക്കാനുള്ള കോഡാണ് ജോൺ ബിസ്ക്കറ്റ് വാങ്ങാൻ ബേക്കറി പോയി. ജോൺ ബിസ്ക്കറ്റ് വാങ്ങാൻ എവിടെ പോയി? ബേക്കറി പോയി. അപ്പോൾ ജോൺ ജമ്പർ ബിസ്ക്കറ്റ്, ഡെമിസ് ഹസാബിസ് ബേക്കറി, ഡേവിഡ് ബേക്കർ. ഓക്കെ. അപ്പോൾ 2024-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ.
ഇനി ഇവർക്ക് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് നോക്കാം. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനെക്കുറിച്ചുള്ള പ്രവർത്തനത്തിന് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം ലഭിച്ചു. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനെക്കുറിച്ചുള്ള പ്രവർത്തനത്തിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം ലഭിക്കുന്നത്. ഇപ്പോൾ പ്രോട്ടീൻ ഡിസൈനെക്കുറിച്ചുള്ള പ്രവർത്തനത്തിനാണ് ഡേവിഡ് ബേക്കർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. ഡെമിസ് ഹസാബിസും ജോൺ ജമ്പർ ഉയർന്ന കൃത്യതയോടെ പ്രോട്ടീൻ ഘടന പ്രവചിക്കുന്ന ആൽഫ 2 എന്ന AI മോഡൽ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പ്രോട്ടീൻ്റെ ഡിസൈൻ ചെയ്തതിന് ഡേവിഡ് ബേക്കറിനും പ്രോട്ടീൻ ഘടന പ്രവചിച്ചതിനാണ് ഡെമിസ് ഹസാബിസിനും ജോൺ ജമ്പറിനും പുരസ്കാരം ലഭിക്കുന്നത്. ആ പ്രോട്ടീൻ ഘടനയുടെ പേരെന്താണ്? ആൽഫ ഫോൾഡ് 2 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈനെ കുറിച്ചുള്ള പ്രവർത്തനത്തിന് ഡേവിഡ് ബേക്കർക്കും ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നിവർക്ക് പ്രോട്ടീൻ ഘടന പ്രവചിച്ചതിനുമാണ് 2024 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇപ്പോൾ 2024 ആർക്കൊക്കെയാണ് കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത്? 3 പേർക്കാണ് 2024 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. കോഡെന്താ? ബിസ്ക്കറ്റ് വാങ്ങാൻ ജോൺ എവിടെ പോയി? ബേക്കറി പോയി. അപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങാൻ ജോൺ എവിടെ പോയി? ബേക്കറി പോയി. അത് വെച്ച് നമുക്കിത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഡേവിഡ് ബേക്കറിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് USA ആണ്. ഡെമിസ് ഹസാബിസിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് UK ആണ്. ജോൺ ജമ്പറിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് USA ആണ്. കണ്ടുപിടുത്തം എന്താ? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനെക്കുറിച്ചുള്ള പ്രവർത്തനത്തിനാണ് ഡേവിഡ് ബേക്കർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറിനും ഉയർന്ന കൃത്യതയോടെ പ്രോട്ടീൻ ഘടന പ്രവചിക്കുന്ന ആൽഫ ഫോൾഡ് 2 എന്ന AI മോഡൽ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 2023 കെമിസ്ട്രി നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചതും 3 പേർക്കാണ്. മോങ്കി ബോണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സ്കി യെക്കിമോവ്. 2023 കെമിസ്ട്രി നോബൽ സമ്മാനം ലഭിച്ച 3 പേർക്കാണ്. അലക്സ്കി യെക്കിമോവ്, ലൂയിസ് ബ്രൂസ്, മോങ്കി ബോണ്ടി എന്നിവർക്കാണ് 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത്. 3 പേരും അമേരിക്കക്കാരാണ്. 3 പേരും അമേരിക്കക്കാരാണ്. അപ്പോൾ 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ച 3 പേരും അമേരിക്കക്കാരാണ്. ആരൊക്കെയാണ് ആ 3 പേർ? മോങ്കി ബോണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സ്കി യെക്കിമോവ്. മോങ്കി ബോണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സ്കി യെക്കിമോവ് എന്നിവർക്കാണ് 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത്? നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങളായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. അപ്പോൾ 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങളായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് അവർക്ക് 3 പേർക്കും പുരസ്കാരം ലഭിക്കുന്നത്. ആരൊക്കെയാണ് ആ 3 പേർ? മോങ്കി ജി ബോണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സ്കി യെക്കിമോവ്. അലക്സ്കി യെക്കിമോവ്, ലൂയിസ് ബ്രൂസ്, മോങ്കി ബോണ്ടി എന്നിവരാണ് ആ 3 പേര്. അമേരിക്കക്കാരാണ് 3 പേരും. 2023 ഇവർക്ക് ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിന് പുരസ്കാരം ലഭിക്കുന്നത്. നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങൾ കണ്ടെത്തിയത് 1980-ലാണ്. നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങൾ കണ്ടെത്തിയത് 1980. നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങൾ കണ്ടെത്തിയ വർഷമാണ് 1980-ലാണ്. വലിപ്പത്തിൻ്റെ വ്യതിയാനം അനുസരിച്ച് നിയന്ത്രിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ നാനോ സാങ്കേതികവിദ്യയുടെ പ്രത്യേകത എന്താണ്? വലിപ്പത്തിൻ്റെ വ്യതിയാനം അനുസരിച്ച് എന്ത് ചെയ്യാം? നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വലിപ്പത്തിനനുസരിച്ച് വിവിധ നിറങ്ങളിലൂടെ പ്രകാശം പുറത്തുവിടുന്നു. അതോ വലിപ്പത്തിനനുസരിച്ച് വിവിധ നിറങ്ങളിലൂടെ പ്രകാശം പുറത്തുവിടുന്നുണ്ട്. കാഡ്മിയം, സെലനൈഡ്, ലെഡ്, സൾഫൈഡ് തുടങ്ങിയവ കൊണ്ടാണ് ക്വാണ്ടം ഡോട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് ക്വാണ്ടം ഡോട്ട് നിർമ്മിക്കുന്നത്? കാഡ്മിയം, സെലനൈഡ്, ലെഡ്, സൾഫൈഡ് എന്നിവ കൊണ്ടാണ് ക്വാണ്ടം ഡോട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങൾ കണ്ടെത്തിയ വർഷം 1980. നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങൾ കണ്ടെത്തിയത് 1980-ലാണ്. വലിപ്പത്തിൻ്റെ വ്യതിയാനം അനുസരിച്ച് നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വലിപ്പത്തിനനുസരിച്ച് വിവിധ നിറങ്ങളിലൂടെ പ്രകാശം ഇവ പുറത്തുവിടുന്നു. കാഡ്മിയം, സെലനൈഡ്, ലെഡ്, സൾഫൈഡ് തുടങ്ങിയവ കൊണ്ടാണ് ഈ ക്വാണ്ടം ഡോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെ കൊണ്ടാണ് ഈ ക്വാണ്ടം ഡോട്ട് നിർമ്മിച്ചിരിക്കുന്നത്? കാഡ്മിയം, സെലനൈഡ്, ലെഡ്, സൾഫൈഡ് എന്നിവ കൊണ്ടാണ്. ഇത് കണ്ടെത്തിയത് 1980-ലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വലിപ്പത്തിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യാം? നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്ത് ചെയ്യുന്നു? അതിനുശേഷം വലിപ്പത്തിനനുസരിച്ച് വിവിധ നിറങ്ങളിലൂടെ പ്രകാശം ഇവ പുറത്തുവിടുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാഡ്മിയം, സെലനൈഡ് കൊണ്ടും ലെഡ്, സൾഫൈഡ് കൊണ്ടുമാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്.
ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഒന്ന് റിവിഷൻ നോക്കിയാലോ. ഇപ്പോൾ 2025 കെമിസ്ട്രി നോബൽ സമ്മാനം ലഭിച്ചത് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമറ മിയാഗി. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമറ മിയാഗി എന്നിവർക്കാണ് 2025 കെമിസ്ട്രി നോബൽ സമ്മാനം ലഭിക്കുന്നത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2025 പുരസ്കാരം? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഈ 2024 കെമിസ്ട്രി നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ഡേവിഡ് ബേക്കർ അമേരിക്ക, ഡെമിസ് അസാബിസ് UK, ജോൺ ജമ്പർ USA. കണ്ടുപിടുത്തം കമ്പ്യൂട്ടറൽ പ്രോട്ടീൻ ഡിസൈനെക്കുറിച്ചുള്ള പ്രവർത്തനത്തിന് ഡേവിഡ് ബേക്കറിനും ഡെമിസ് അസാബിസ്, ജോൺ ജമ്പർ എന്നിവർക്ക് പ്രോട്ടീൻ ഘടന പ്രവചിച്ചതിനുമാണ് പുരസ്കാരം ലഭിച്ചത്. 2023 കെമിസ്ട്രി നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. മോങ്കി മോൻതി, ലൂയിസ് ബ്രൂസ്, അലസ്കി എക്കിമോ എന്നിവർക്കാണ് 2023 കെമിസ്ട്രി നോബൽ സമ്മാനം ലഭിക്കുന്നത്. 3 പേരും അമേരിക്കക്കാരാണ്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2023 പുരസ്കാരം ലഭിച്ചത്? നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങളായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്, സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.